എന്തിനാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്? നിങ്ങൾ മിനിമം ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഇവർ പറയുന്നത് നമ്മൾ കേട്ടാലേ ഇവരൊക്കെ വിചാരം എന്താണ്? ഇവർ അന്തംകമ്മികളുടെ വിചാരം ഇവർക്ക് മാത്രമേ വിവരമുള്ളൂ, ബാക്കിയുള്ള ആൾക്കാർ മുഴുവൻ മണ്ടന്മാരാണെന്നാണ് വിചാരിച്ചത്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന അന്തംകമ്മികൾക്ക് അല്ലെങ്കിൽ തീട്ടക്കമ്മികൾക്ക് ഇവർക്കാണ് ഒരു ബോധവും വിവരമില്ലാത്തത്. അതുകൊണ്ടാണല്ലോ ഇവർ കരുതുന്നത് മറ്റുള്ളവർക്ക് വിവരമില്ലാന്ന്. മറ്റുള്ളവർക്ക് വിവരമില്ല എന്ന് ഒരാൾ കരുതുന്നു എങ്കിൽ അതിന്റെ അർത്ഥം അയാൾക്ക് വിവരമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ അന്തംകമ്മികൾ പറയുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ഈ ശബരിമല ക്ഷേത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ ശബരിമല തീർത്ഥാടനത്തെക്കുറിച്ച് ലോകത്തെങ്ങും എന്താ പറയാ പുതിയൊരു അവബോധം ഉണ്ടാക്കാൻ, ലോകമെങ്ങും ഈ അയ്യപ്പന്റെ ഖ്യാതി വളർത്താനാണ് അത്രേ. എന്റെ മരമണ്ടന്മാരെ, അയ്യപ്പ ക്ഷേത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന ശബരിമല തീർത്ഥാടന കേന്ദ്രത്തെക്കുറിച്ച് ലോകത്ത് ആരാണ് ഇനി അറിയാനുള്ളത്? മാത്രവുമല്ല, നിങ്ങൾ ഇനിയും അറിയിച്ചിട്ട് ഈ ഭക്തന്മാരെ നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടുവരിക? ഇപ്പോഴത്തെ സ്ഥിതി നിങ്ങൾക്കറിയാലോ. കഴിഞ്ഞ തവണ ഏതാണ്ട് ഒരു ദിവസം ഏതാണ്ട് 70,000 80,000 എന്ന് പറഞ്ഞാൽ 1,00,000 താഴെ തീർത്ഥാടകർക്കാണ് അവിടെ ദർശനത്തിനുള്ള സൗകര്യമുള്ളത്. ഒരു ലക്ഷത്തിൽ താഴെ. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ ടോക്കൺ സംവിധാനം അല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനത്തിലൊക്കെ 70,000 80,000 അങ്ങേയറ്റം പോയ ഒരു 90,000 ഭക്തരെയൊക്കെയാണ് ഒരു ദിവസം അവിടെ പ്രവേശിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഇത് സാധാരണ രീതിയിൽ അവിടെ ആ ദർശന കാലത്ത് 1,00,000-ലേറെ ഭക്തന്മാർ വന്നിട്ട് നമുക്കറിയല്ലോ. കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷമൊക്കെ വന്നവരൊക്കെ തിരിച്ചു പോവുകയാണ് ചെയ്തത്. വന്ന ഒരുപാട് ആൾക്കാർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. അയ്യപ്പനെ കാണാൻ പറ്റാതെ തിരിച്ചു, അല്ലെങ്കിൽ ദർശനത്തിനുള്ള ഒരു ഭാഗ്യം കിട്ടാതെ, അവസരം കിട്ടാതെ തിരിച്ചു പോകേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ ഈ ശബരിമലയിലേക്ക് ഓരോ വർഷവും വരുന്ന തീർത്ഥാടകരുടെ എണ്ണം എന്ന് പറയുന്നത് നമുക്ക് നിയന്ത്രിക്കാനാവുന്നില്ല, അവരെ ഉൾക്കൊള്ളാനാവുന്നില്ല, ഒരു രക്ഷയുമില്ല. അവരെ അത്രയും ആൾക്കാരെ ഒരു ദിവസം നമുക്ക് ദർശനം നടത്താൻ ഇവിടെ സൗകര്യമില്ല. എന്നിട്ട് വീണ്ടും ആൾക്കാരെ കൊണ്ടുവരാനാണ് ഈ പറയുന്ന മഹാസംഗമം, അയ്യപ്പ സംഗമം നടത്തുന്നത് പറഞ്ഞാൽ നമ്മളാണ്ട് വിശ്വസിക്കണം അല്ലേ ഗോവിന്ദ? അപ്പൻ ഗോവിന്ദ നമ്മൾ വിശ്വസിക്കണോ? വാസവൻ മന്ത്രി നമ്മൾ വിശ്വസിക്കണോ? പിണറായി തമ്പുരാനെ നിങ്ങളുടെ കെട്ടുകഥ നമ്മൾ വിശ്വസിക്കണോ? നിങ്ങൾ ഈ അയ്യപ്പ മഹാസംഗമം നടത്തുന്നത് ഇനിയും കൂടുതൽ തീർത്ഥാടകരെ കൊണ്ടുവരാനാണ് എന്ന് പറയുന്ന നിങ്ങളുടെ ഈ പൊട്ടക്കഥയുണ്ടല്ലോ, ഈ പൊട്ടക്കഥ ഞങ്ങൾ വിശ്വസിക്കണോ? പറയുന്നതിനൊരു ലോജിക്ക് വേണ്ടടോ. പിന്നെന്താ പറയുന്നത്? ഇവിടെ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യാനാണെന്ന്. ഇവിടെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ശബരിമല വികസനത്തെ കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ വളരെ പതുക്കെയാണെങ്കിൽ പോലും നടന്നു വരുന്നുണ്ട്. അതിന്റെ അങ്ങേപ്പുറത്തേക്ക് ശബരിമലയിൽ എന്ത് വികസനമാണോ നടത്താൻ വേണ്ടി അവിടെ സൗകര്യമുള്ളത്? നിങ്ങളെ ആളുകളെ ഇങ്ങനെ പൊട്ടന്മാരാക്കരുത് കേട്ടോ. നിങ്ങൾ പൊട്ടന്മാരാണ്, നിങ്ങൾ തീട്ടക്കമ്മികളാണ്, നമുക്കറിയാം എന്ന് വിചാരിച്ച് ഞങ്ങളെയൊക്കെ, ഇവിടുത്തെ ജനങ്ങളെയൊക്കെ, ഇവിടെ ബോധവും വിവരമുള്ള ജനങ്ങളെയൊക്കെ ഇങ്ങനെ പൊട്ടന്മാരാക്കണോ? ഇത് ഇവിടെ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം എന്തിനാണ് നിങ്ങൾ ഈ അയ്യപ്പ സംഗമം അല്ലെങ്കിൽ അയ്യപ്പ മഹാസംഗമം, ആഗോള അയ്യപ്പ മഹാസംഗമം നടത്തുന്ന എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ഇവിടെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. കാരണം നിങ്ങൾ കാലങ്ങളായി നടത്തിയ ഇവിടുത്തെ സഖാക്കന്മാർ, അന്തംകമ്മികൾ, തീട്ടക്കമ്മികൾ കാലങ്ങളായി ഇവരെ നിങ്ങൾ നടത്തി വന്നിരുന്ന മുസ്ലിം പ്രീണനം, ന്യൂനപക്ഷ പ്രീണനം, മുസ്ലിം പ്രീണനം എന്ന് തന്നെ പറയട്ടെ, ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളോടൊന്നും നിങ്ങൾ അത്രമാത്രം പ്രീണനമൊന്നും നടത്തിയിട്ടില്ല, നമുക്കറിയാം. കാരണം ക്രിസ്ത്യാനികളുടെ എണ്ണം കുറവാണ്. അവരുടെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈ മുസ്ലിം വോട്ട് ബാങ്കിന്റെ അത്രമാത്രം ശക്തമല്ല. നിങ്ങൾക്ക് ആവശ്യം വോട്ടാണ്, നിങ്ങൾക്ക് ആവശ്യം ഭരണമാണ്, നിങ്ങൾക്ക് ആവശ്യം കട്ടുമുടിക്കലാണ്. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കാലങ്ങളായി നിങ്ങൾ മുസ്ലിം പ്രീണനം നടത്തി. അമിതമായ മുസ്ലിം പ്രീണനം നടത്തിയപ്പോൾ നിങ്ങളുടെ കൈവശമുള്ള ഹൈന്ദവ വോട്ടുകൾ പതുക്കെ ചോരാൻ തുടങ്ങി. ഇത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. പരമ്പരാഗതമായി CPM-ന് കിട്ടിയിരുന്ന ഈഴവ വോട്ടുകൾ, പരമ്പരാഗതമായി CPM-ന് കിട്ടിയിരുന്ന ഹൈന്ദവ വോട്ടുകൾ പതുക്കെ ചോരുകയും ഇത് BJP-യിലേക്ക് പോവുകയും ചെയ്തു. 2%, 1.5% ഒക്കെ വോട്ടുണ്ടായിരുന്ന BJP-ക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19.2% വോട്ടാണ് കിട്ടിയത്. ഓർക്കണം നിങ്ങൾ. എന്ന് പറഞ്ഞാൽ അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 2 കോടിയോളമാണ് പോൾ ചെയ്ത വോട്ട്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 1,98,00,000 പോൾ ചെയ്ത വോട്ട്. ഈ പോൾ ചെയ്ത വോട്ടിന്റെ 19.2%, 20% എന്ന് നമുക്ക് കൂട്ടാം. അത്രയും വോട്ടുകൾ കിട്ടിയത് BJP-ക്കാണ്.
എന്ന് പറഞ്ഞാൽ ഇവിടത്തെ കേരളത്തിലെ ഹൈന്ദവരുടെ ഒരു പകുതി വോട്ടുകളും കിട്ടിയത് അല്ലെങ്കിൽ സമാഹരിച്ചത് BJP ആണ്. CPM ഞെട്ടി. കാരണം CPM-ന്റെ അടിത്തറ എന്ന് പറയുന്നത് ഹൈന്ദവ വോട്ടുകളാണ്. CPM-ന്റെ അടിത്തറ കാലങ്ങളായി CPM-ന് ഇവിടത്തെ വോട്ടുകുത്തികളായ ഈഴവ ജനത അവർക്ക് ഈ വെട്ടാനും കുത്താനും പോസ്റ്റർ ഒടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും ഒക്കെ കൂടെ നിന്നിരുന്ന ഈ ഈഴവ വോട്ടർമാർ പതുക്കെ അവർക്ക് മനസ്സിലായി CPM-ന്റെ കാപട്യങ്ങൾ. CPM നിലകൊള്ളുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാനാണ്. തങ്ങൾക്ക് വേണ്ടി അവരൊന്നും ചെയ്യുന്നില്ല. വെള്ളപ്പള്ളി വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ ന്യൂനപക്ഷ പ്രീണനം. ഈ ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഫലമായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഹൈന്ദവ വോട്ടുകൾ പോയി. നിങ്ങൾക്ക് മനസ്സിലായി 2026 ഇതാ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ അഡപട്ടലം പൊട്ടാൻ പോകുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്ക് വേണ്ടത് ഈ പറയുന്ന ഹൈന്ദവ ജനതക്കൊപ്പമാണ് ഞങ്ങൾ, ഹൈന്ദവ വിശ്വാസങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് നിങ്ങൾ തെളിയിക്കണം. നിങ്ങളാണ് ഏറ്റവും വലിയ ഹിന്ദു വേട്ട നടത്തിയത്. കേരളത്തെ ഏറ്റവും വലിയ ഹിന്ദു വിരുദ്ധത നടത്തിയത് നിങ്ങളാണ്, സഖാക്കന്മാരാണ്. അറിയില്ലേ? 2018 ശബരിമലയിൽ നടന്ന സംഭവ വികാസങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അവിടെ യുവതി പ്രവേശം, ശബരിമല എന്ന് പറയുന്നത് നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പന്റെ സവിധത്തിലേക്ക് രജസ്വലകളായ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തികളായ സ്ത്രീകൾ ഒരിക്കലും അവിടെ കടന്നു ചെല്ലാറില്ല. അതൊരു വിശ്വാസമാണ്. അനൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനെ കാണാൻ പ്രായപൂർത്തിയായ സ്ത്രീകൾ അവിടെ എത്തരുത്, അല്ലെങ്കിൽ എത്താറില്ല. ഒരു വിശ്വാസിയായ സ്ത്രീയും എത്താറില്ല. അപ്പോഴാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാർ അവിടെ യുവതികളെ അവരെ കൊണ്ടുവന്ന് പോലീസിന്റെ സംരക്ഷണത്തോടെ രഹന ഫാത്തിമയെയും ബിന്ദു അമ്മണിയെയും ഒക്കെ അത്തരത്തിൽപ്പെട്ട ഇവിടുത്തെ ചില കലാപകാരികളായ സ്ത്രീകളെ ഈ പറയുന്ന ശബരിമലയിലേക്ക് 18-ാം പടി കയറ്റിയത് നമ്മൾ കണ്ടു. യുവതികളെ ശബരിമലയിലേക്ക് കയറ്റിയത് നമ്മൾ കണ്ടു. ഇതിന്റെ അടിസ്ഥാനം എന്തായിരുന്നു? ഒരു സുപ്രീം കോടതി വിധി എന്നാണ് പറയുന്നത്. സുപ്രീം കോടതി എന്തായിരുന്നു വിധിച്ചത്? അതൊരു പ്രഖ്യാപനമായിരുന്നു. സുപ്രീം കോടതി ഒരു പ്രഖ്യാപനമായിരുന്നു അത്. എന്ന് പറഞ്ഞാൽ ഈ ആൺ പെൺ വിവേചനം പാടില്ല. നമ്മുടെ ഭരണഘടനയുടെ ധാർമ്മികതയനുസരിച്ച് ഇവിടെ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ വിവേചനം പാടില്ല എന്ന് സുപ്രീം കോടതി പറയുകയുണ്ടായി. സുപ്രീം കോടതി പറഞ്ഞത് ഏത് സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് കൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ഇവിടെ പണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നമ്മുടെ സംസ്ഥാന സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം എന്ന് പറയുന്നത് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കരുത്, അത് ശരിയല്ല, വിശ്വാസങ്ങൾക്കെതിരാണ്. ശബരിമലയിലേക്ക് അയ്യപ്പന്റെ സന്നിധിയിലേക്ക് യുവതികളെ പ്രവേശിപ്പിക്കുന്നത് ആചാരവിരുദ്ധമാണ്, ശരിയല്ല എന്ന സത്യവാങ്മൂലം എടുത്ത് തോട്ടിലെറിഞ്ഞിട്ട് പിണറായി വിജയൻ സർക്കാർ ഇവിടെ ചെയ്തത് എന്താണെന്നറിയോ? യുവതികളെ പ്രവേശിപ്പിക്കണം എന്നൊരു സത്യവാങ്മൂലം പിണറായി സർക്കാർ കൊടുത്തു. ശരിയല്ലേ? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പണ്ട് പ്രയാർ ഗോപാലകൃഷ്ണൻ ഇവിടെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഈ യുവതികളെ പ്രവേശനം അനുവദിക്കാൻ പാടില്ല എന്ന ആ സത്യവാങ്മൂലം എടുത്ത് തോട്ടിലെറിഞ്ഞിട്ട് പിണറായി സർക്കാർ ചെയ്തത് യുവതികളെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കണം എന്ന സത്യവാങ്മൂലമാണ് കൊടുത്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സുപ്രീം കോടതിയിലെ 5-അംഗ ബെഞ്ചിലെ 4 പേരും അവിടെ യുവതി പ്രവേശനം വേണം, യുവതികളെ പ്രവേശിപ്പിക്കണം എന്നായിരുന്നില്ല സുപ്രീം കോടതി പറഞ്ഞത്. യുവതികളെയും പ്രവേശിപ്പിക്കാം, കാരണം ഇവിടെ വേർതിരിവുണ്ടാകരുത്. ഇത് കേട്ടപാടെ പിണറായി ചെയ്തത് എന്താണ്? ഇവിടുത്തെ പോലീസിനെ ഉപയോഗിച്ച് ഇവിടുത്തെ കുറെ ആക്ടിവിസ്റ്റുകളായ സ്ത്രീകളെ, ഭക്തന്മാരെ അല്ല കേട്ടോ, ഭക്തകളായ സ്ത്രീകളൊന്നും ശബരിമലയിൽ പോവില്ല. അവർക്കറിയാം നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പന്റെ മുമ്പിലേക്ക് തങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്ന് ഇവിടത്തെ വിശ്വാസികളായ സ്ത്രീകൾക്കറിയാം. പക്ഷേ അവിശ്വാസികളായ സ്ത്രീകളെ ഇവിടെ പിണറായി പോലീസ് സംരക്ഷണത്തിൽ ശബരിമലയിൽ ആ പവിത്രമായ പുണ്യഭൂമിയിലേക്ക് കയറ്റി ശബരിമലയുടെ പവിത്രത നഷ്ടപ്പെടുത്തി പിണറായി സർക്കാർ. അതോടെയാണ് 2018 ഇവിടെയുണ്ടായ നാമജപ ഘോഷയാത്രയും ഇതിനെതിരായ പ്രതിഷേധവും. ആയിരക്കണക്കിന് ആളുകളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പിണറായി പോലീസ് ആ കേസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏതാണ്ട് 30,000-ഓളം പേർക്കെതിരെയാണ് കേസെടുത്തത്. ആ കേസുകളൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോഴാണ് ഇപ്പം പിണറായിക്ക് ബോധം വന്നത്, ഇനിയിപ്പം ഭക്തന്മാരെ ചേർത്ത് നിർത്തണം. കാരണം
ഹൈന്ദവ വോട്ടുകളൊക്കെ പോവുകയാണ് ബി ജെ പിയിലേക്ക് പോവുകയാണ്. ഹൈന്ദവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോകുന്നില്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും CPM-ന് ഇവിടെ ഒരു രക്ഷയുമില്ല. എങ്കിലും നാണം മറയ്ക്കാനെങ്കിലും അത്യാവശ്യം കൈവിരലുണ്ടാവുന്ന സീറ്റുകളെങ്കിലും കിട്ടണ്ടേ? എന്നാലല്ലേ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആകെ കനൽത്തരി എന്ന് പറയുന്നത് ഇപ്പൊ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൂടി നഷ്ടപ്പെടാൻ പോവുകയാണ്. അപ്പോഴാണ് ഈ ഹൈന്ദവ ജനതയെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്, ഗോവിന്ദനൊക്കെ ഏതാ പറയുന്നത്, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. അത് യുവതീ പ്രവേശനത്തെ ചോദിക്കുമ്പോൾ അതൊക്കെ കഴിഞ്ഞ അധ്യായമാണത്രേ. ഉളുപ്പുണ്ടെങ്കിൽ ഗോവിന്ദ പറയണം, അന്ന് ഞങ്ങൾക്ക് തെറ്റിപ്പോയി, ക്ഷമിക്കണം ഹിന്ദു സമൂഹമേ, ക്ഷമിക്കണം ഹൈന്ദവ സമൂഹമേ എന്ന് ഹൈന്ദവ ജനതയോട് പറയണം. അന്ന് ഞങ്ങൾക്ക് തെറ്റിപ്പോയി, മാപ്പാക്കണം എന്ന് പറയണം. അത് പറയില്ല. അത് പറയാതെ അതൊക്കെ കഴിഞ്ഞ അധ്യായം. ഇപ്പൊ എന്താണ്? ഇപ്പൊ ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്. അന്ന് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമായിരുന്നില്ല. ഇപ്പൊ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് ഹൈന്ദവ ജനതയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ആവശ്യം വോട്ടുകളാണ്. 4 വോട്ടിന് വേണ്ടിയിട്ട് നക്കിത്തരം കളിക്കുന്ന പിണറായി സർക്കാരെ, 4 വോട്ടിന് വേണ്ടിയിട്ട് നക്കിത്തരം കളിക്കുന്ന പിണറായി സർക്കാരെ എന്ന് തന്നെ പറയണം. കാരണം ഇവരൊക്കെ പിണറായി പറഞ്ഞത് പണ്ടെങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ മാത്രമല്ല, സോഷ്യൽ മീഡിയയിലുണ്ട് പിണറായിയുടെ പ്രസംഗം. അവിടെ യുവതികളെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് പോലീസിന് വിട്ടുകൊടുത്തുകൊണ്ട് യുവതികളെ പ്രവേശിപ്പിച്ചപ്പോൾ പിണറായി ധാർഷ്ട്യത്തോടെ പറയുന്നത് ഇനിയും സ്ത്രീകളെ കയറ്റുമെന്നാണ് പിണറായി പറഞ്ഞത്. ആ പിണറായി ഇപ്പൊ മിണ്ടുന്നില്ല, പിണറായി വായ തുറക്കുന്നില്ല. ഗോവിന്ദനാണ് പറയുന്നത്. ഗോവിന്ദൻ പിന്നെ വിഡ്ഢി ഗോവിന്ദൻ, പമ്പര വിഡ്ഢിയായ മൂഢനായ ഗോവിന്ദൻ പറയുന്നു. അതൊക്കെ യുവതീ പ്രവേശനം കഴിഞ്ഞ അധ്യായമാണത്രേ. ഇപ്പൊ ഞങ്ങള് ഈ പറയുന്ന ഹൈന്ദവ വിശ്വാസികൾക്കൊപ്പമാണത്രേ. വാസവൻ സഖാവ് പറയുന്നത് ബിന്ദു അമ്മണി പറഞ്ഞ് ഞാൻ വരുന്നു. ബിന്ദു അമ്മണിയാണല്ലോ പണ്ട്. ബിന്ദു അമ്മണിയൊക്കെയാണ് രഹന ഫാത്തിമയെയും ബിന്ദു അമ്മണിയെയും ഒക്കെയാണ് ഇവര് സംരക്ഷിച്ചുകൊണ്ട് ഈ ശബരിമലയിലേക്ക് കയറ്റിയത്, 18ാം പടി കയറ്റി കൊണ്ടുപോയത്. ഇപ്പം ബിന്ദു അമ്മണി പങ്കെടുക്കണമെന്ന് പറയുമ്പോൾ ആസോ പറയുന്നത് ബിന്ദു അമ്മണി വരാൻ പാടില്ല. അന്ന് ബിന്ദു അമ്മണിനെ കയറ്റിക്കൊണ്ടുപോയ ആൾക്കാർക്ക് ഇപ്പം ബിന്ദു അമ്മണി വേണ്ട. കാരണം ഇപ്പൊ അവർക്ക് വേണ്ടത് വോട്ടാണ്, ഹിന്ദുക്കളുടെ വോട്ടാണ്. പക്ഷേ ഹിന്ദുക്കൾ നിങ്ങളുടെ കാപട്യം തിരിച്ചറിയും. പഴയ ഹിന്ദുക്കളല്ല ഇപ്പോ. അവരിതാ 22ാം തീയതി വേറൊരു ബദൽ സംഗമം നടത്താൻ പോവുകയാണ്. ആചാര സംരക്ഷണം മുന്നിൽ നിർത്തിക്കൊണ്ട് അവര് യോഗി ആദിത്യനാഥിനെയും അമിത്ഷായെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇവരൊരു മഹാസംഗമം നടത്താൻ വേണ്ടി പോവുകയാണ് ഹൈന്ദവ ജനത. നിങ്ങൾ കളിക്കല്ല വിജയ. പഴയ ഹൈന്ദവ ജനതയല്ല ഇപ്പോ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 19.2% വോട്ട് എന്നുള്ളത് 25% കൂടുതൽ വോട്ടിലേക്ക് നീങ്ങാൻ വേണ്ടിയിട്ടുള്ള അണിയറ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവൽ വർക്ക് ഇവിടെ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നു. ഇതൊക്കെ അന്തംഗമികൾ ഏറെക്കുറെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ വിചാരം ഇനിയും ഇമാതിരി ഒരു ഗിമ്മിക്ക് കളിച്ചാൽ, ഇമാതിരി ഒരു എന്താ പറയാ തട്ടിപ്പ് നാടകത്തിൽ ഇവിടുത്തെ ഹൈന്ദവ ജനത വീഴുമെന്നാണ് ഇവർ വിചാരിച്ചത്. ഹൈക്കോടതി കഴിഞ്ഞ ദിവസം കുടഞ്ഞു. ഇതിൽ ഒരുപാട് ഈ അയ്യപ്പ മഹാസംഗമത്തിലെ വാർത്തകൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. സ്പോൺസർഷിപ്പ് കോടികൾ, 3 കോടി 4 കോടി ആളുകളിൽ നിന്ന് വാങ്ങിയിട്ട് പിരിവെടുത്തിട്ടല്ല, സംഭാവന വാങ്ങിയിട്ട് കോടികൾ സംഭാവന വാങ്ങിയിട്ടാണ് നടത്തുന്നത്. സംഭാവനക്കാർക്കൊക്കെ അയ്യപ്പനെ അവർക്ക് തോന്നിയ കാലത്ത് തോന്നിയ പോലെ സർക്കാരിന്റെ പോലീസിന്റെ സംരക്ഷണത്തിൽ അവർക്ക് ശബരിമലയിൽ എത്താം, ശബരിമലയിൽ പോയി നിറങ്ങാം. അതിനു വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ അയ്യപ്പനെ വിറ്റ് കാശാക്കുകയാണ് ഉളുപ്പില്ലാത്ത ഈ അന്തംഗമികൾ. അയ്യപ്പനെ വിറ്റ് കാശാക്കുന്നത് സഹിക്കില്ല. നിങ്ങളൊരിക്കൽ ശബരിമലയിൽ കാണിച്ചു കൂട്ടിയ തോന്നിവാസം ഹൈന്ദവ ജനത മറക്കില്ല. ഇപ്പം വീണ്ടും നിങ്ങൾ അയ്യപ്പനെ വിൽക്കാൻ പോവുകയാണല്ലേ. എന്നിട്ട് ആ ശബരിമല വികസനം, ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ഓർമ്മിച്ചാൽ മതി. ശബരിമലയിൽ ഒരു വികസനവും ഇനി സാധ്യമല്ല. വ്യക്തമായ മാസ്റ്റർ പ്ലാൻ ഉണ്ട്. മാസ്റ്റർ പ്ലാൻ അനുസരിച്ചുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അതിനങ്ങപ്പുറത്തേക്ക് ഒരു വികസനവും ശബരിമലയിൽ സാധ്യമല്ല. രണ്ടാമത്തത്, ശബരിമല നിങ്ങൾ ഇനി ആഗോള ഈ പറയുന്ന മഹാസംഗമം നടത്തിയിട്ട് ശബരിമലയിലേക്ക് തീർത്ഥാടകരെ ഇനി എന്തിനാണ് കൊണ്ടുവരുന്നത്? ഇപ്പോൾ തന്നെ വരുന്ന തീർത്ഥാടകരുടെ പകുതി പോലും താങ്ങാൻ ശബരിമലയ്ക്ക് കഴിയുന്നില്ല. പിന്നെ വീണ്ടും തീർത്ഥാടകരെ കൊണ്ടുവരണമെന്ന് പറയുന്നതിലെ യുക്തിയില്ലായ്മ ജനങ്ങൾക്ക് മനസ്സിലാകും, അന്തംഗമികൾക്ക് മനസ്സിലാവില്ലെങ്കിലും. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വാർത്താ വിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഉത്രാടമാണ്. എല്ലാവർക്കും ഉത്രാട ദിന ആശംസകൾ. ഉത്രാട പാച്ചിൽ എന്നാണ് പറയുക. ഉത്രാടത്തിന് എല്ലാവരും പായാനുള്ള ഒരുക്കത്തിലൊക്കെ ആയിരിക്കും.
നമുക്ക് ഏതായാലും വാർത്തകളിലൂടെ അല്ലെങ്കിൽ പത്രങ്ങളിലൂടെ ഒരു ഉത്രാട പാച്ചിൽ നടത്താം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3 വാർത്തകളാണ് ഇന്നലെ നമ്മളെ ആകെ ഞെട്ടിപ്പിച്ചതും സന്തോഷിപ്പിച്ചതും അമ്പരപ്പിച്ചതുമായ 3 വാർത്തകൾ. ഈ ഞെട്ടിപ്പിച്ച വാർത്ത എന്ന് പറയുന്നത് കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ ഒരു പോലീസ് അതിക്രമമാണ്, പോലീസ് സ്റ്റേഷൻ മർദ്ദനമാണ്. നമ്മൾ പണ്ടൊക്കെ പോലീസ് സ്റ്റേഷനിലെ കൊലകള്, ഉരുട്ടിക്കൊലകള് അല്ലെങ്കിൽ ഇടിക്കൊലകള് ഒക്കെ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഈ ലോക്കപ്പ് മർദ്ദനത്തെ തുടർന്നുള്ള മരണങ്ങളൊക്കെ പലപ്പോഴായി നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ അതിഭീകരമായി ഒരു യുവാവിനെ, ഒരു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെയാണ് കേട്ടോ. യൂത്ത് കോൺഗ്രസ് പാവം, ഞാൻ ഈ യൂത്ത് കോൺഗ്രസ്സുകാരുടെ സ്ഥിതിയൊക്കെ ആലോചിച്ചിട്ടേ, പണ്ട് ഈ പാവങ്ങളെ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും ഒക്കെ തലക്ക് അടിച്ചത് രക്ഷാപ്രവർത്തനമാണ് എന്ന് കാരണഭൂതം പറഞ്ഞപ്പോ അതൊക്കെ വിശ്വസിച്ചവരാണ് ഇവരുടെ അന്തംഗമ്മികൾ. ഇപ്പോഴാ രക്ഷാപ്രവർത്തനം എവിടെയും നടന്നു എന്നറിയോ? പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ ഒരു യുവാവിനെ, അതായത് ന്യായമായ ഒരു കാര്യം പോലീസിനെ ചോദ്യം ചെയ്തതിന്, അതായത് പോലീസ് ഒരു 3 യുവാക്കളെ പിടികൂടാൻ വന്നപ്പോ പോലീസിനോട് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഒരു യുവാവ്, ഒരു മണ്ഡലം പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് കോൺഗ്രസ്സുകാരോട്, ഈ പോലീസുകാരോട് ഈ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഈ യുവാവിനെ വലിച്ചിടച്ച് പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയിട്ട് പോലീസ് ജീപ്പിലെ പോലീസ് ജീപ്പിൽ വെച്ചിട്ട് ഇടി തുടങ്ങി. അത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ആ പോലീസ് ജീപ്പിൽ നിന്ന് ഇറക്കിയിട്ട് ഈ യുവാവിനെ ആ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യം പുറത്തു വന്നു കേട്ടോ. അതിലെങ്ങനെയാണെന്നറിയോ? ഇയാളുടെ ഉടുമുണ്ടഴിഞ്ഞ നിലയില് ഈ യുവാവിനെ കൊണ്ടുവരികയാണ്. എന്ന് പറഞ്ഞാൽ മുണ്ടൊക്കെ പിടിച്ചു വലിച്ചിട്ട് ഇയാളെ എത്രമാത്രം ഇടിച്ചിട്ടുണ്ടാവും നമുക്കറിയാം. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇയാൾ ഇടിക്കുകയാണ്. 4 പോലീസുകാർ ചേർന്നിട്ട് വഴിക്കും ഈ യുവാവിന്റെ മുതുകത്തിട്ട് കുത്തുന്നു, ചവിട്ടുന്നു, മുഖത്തടിക്കുന്നു. നമ്മൾ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും കേട്ടോ. ആ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഒരുപക്ഷെ പോലീസ് ലോക്കപ്പിലെ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുള്ളിലെ ഇത്തരം ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. വിവരാവകാശ നിയമം അനുസരിച്ച് ഈ യുവാവ് വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ 2023 സംഭവമാണ് കേട്ടോ. പിണറായി പോലീസ് ഓർക്കണം നിങ്ങൾ. ഓണത്തിന് ഇതാ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ നാടും നഗരവും ഓണത്തിന് വേണ്ടി ഓണാഘോഷത്തിന്റെ തിമിർപ്പിലായിരിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് 2 വർഷം മുമ്പ് നമ്മുടെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പാവം യുവാവിനെ 4 നരാധമന്മാരായ പോലീസുകാർ കൂട്ടം ചേർന്ന് മർദ്ദിച്ചതിന്റെ നടുക്കുന്ന കാഴ്ചകളാണ് പുറത്തു വന്നത്. അതാണ് ഏറ്റവും വലിയ കാരണം. ഒരു സർക്കാർ, പിണറായി സർക്കാരിനെ ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയത് അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇടിപ്പിക്കാനല്ല, അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ, അവർക്ക് സമാധാനമായി ജീവിക്കാൻ, അവരുടെ ജീവിതത്തിന് ഒരു ക്രമമുണ്ടാക്കാൻ, ജീവിതം ഒന്ന് മെച്ചപ്പെടുത്താനൊക്കെയാണ് ഒരു സർക്കാരിനെ ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റുന്നത്. പക്ഷേ ഈ പിണറായി പോലീസ് അല്ലെങ്കിൽ പിണറായിയുടെ ഈ നെറികെട്ട ഭരണം ഇവിടെ നടത്തുന്നത് പാവപ്പെട്ട ജനങ്ങളെ ഇടിച്ചിടിച്ച് കൊല്ലുക. ഒരു ഉരുട്ടിക്കൊലയുടെ വാർത്ത, അല്ലെങ്കിൽ അതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ വീണ്ടും നമ്മുടെ ഓർമ്മയിലേക്ക് വന്നത്. പക്ഷേ ഇതാ പുതിയൊരു സംഭവം കൂടി. ഇതാണ് ഇന്നത്തെ പത്രത്തിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വാർത്ത എന്ന് പറയുന്നത്. രണ്ടാമത്തത് അമ്പരപ്പിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ, അതിശയിപ്പിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ, ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു നമ്മുടെ പിണറായി സർക്കാർ. അങ്ങനെ ഒരു അയ്യപ്പ മഹാസംഗമം നടത്താൻ വേണ്ടി പോകുമ്പോഴാണ് VD സതീശൻ പറയുന്നത് അതിൽ പ്രതിപക്ഷം സഹകരിക്കില്ല എന്ന്. പങ്കെടുക്കണ്ടേ എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നാണ് VD സതീശൻ പറയുന്നത്. പക്ഷേ ഹൈന്ദവ സംഘടനകൾ, യോഗക്ഷേമ സഭ ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ വളരെ കൃത്യമായി, പന്തളം കൊട്ടാരം ഉൾപ്പെടെയുള്ളവർ വളരെ കൃത്യമായി പറയുന്നു, ഇത് ശരിയല്ല പിണറായി സഖാവേ, ഇത് ശരിയല്ല. കാരണം ഹൈന്ദവ ജനത നിങ്ങളെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു പാഠം പഠിപ്പിക്കും എന്ന് വളരെ കൃത്യമായി തന്നെ സൂചന നൽകുന്നു. ഇതാണ് നമ്മുടെ അമ്പരപ്പിക്കുന്ന വാർത്ത എന്ന് പറയുന്നത്. ഒരു 4 വോട്ടിന് വേണ്ടിയിട്ട് ഈ അന്തംകമ്മികൾ, തിട്ടക്കമ്മികൾ നടത്തുന്ന നക്കിത്തരമാണ് ഈ 20-ാം തീയതി പമ്പയിൽ നടക്കാൻ പോകുന്ന ആഗോള അയ്യപ്പ സംഗമം. ഇനി 3-ാമത്തെ വാർത്തയാണ് നമുക്ക് ഏറ്റവും സന്തോഷകരമായ വാർത്ത. മോദി സർക്കാർ ഇതാ സാധനങ്ങളുടെ വില കുറച്ചിരിക്കുന്നു. GSTയുടെ സ്ലാബുകളിൽ
അത് നേരത്തെ ഈ സ്വാതന്ത്ര്യ ദിന പ്രസംഗത്തിൽ മോദി ഇവിടുത്തെ ജനങ്ങളോട് നമ്മളോട് പറഞ്ഞിരുന്നു, ഇതാ നികുതി വ്യവസ്ഥ ലഘൂകരിക്കാൻ പോകുന്നു, നികുതി വ്യവസ്ഥ ലഘൂകരിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയാ മോദി ഇങ്ങനെ പറയാതെ? GST കൗൺസിലല്ലേ തീരുമാനിക്കേണ്ടത്? ഇതാ ഇന്നലെ അർദ്ധരാത്രിയോടെ GST കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നു. ഇവിടെ ഈ GST തീരുവ ഗണ്യമായി കുറച്ചിരിക്കുന്നു. ഇവിടെ സാധനങ്ങൾക്ക് മുഴുവൻ 22-ാം തീയതി മുതൽ, ഈ മാസം 22-ാം തീയതി മുതൽ ഇത് പ്രാബല്യത്തിൽ വരികയാണ്. ഇവിടുത്തെ നിത്യോപയോഗ സാധനങ്ങൾക്ക് മുഴുവൻ വില കുറയുകയാണ്. ഇവിടുത്തെ ഔഷധങ്ങൾക്ക് മുഴുവൻ വില കുറയുകയാണ്. ഇവിടെ വില കൂടാൻ പോകുന്നത് ഇവിടുത്തെ ആഡംബര വസ്തുക്കൾക്കും അല്ലെങ്കിൽ ഈ ചൂതാട്ടം പോലുള്ള, ലോട്ടറി പോലുള്ള ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും മാത്രമാണ് ഇവിടെ നികുതി വർദ്ധിക്കുന്നത്. സാധാരണക്കാരന് ആവശ്യമായ അവന്റെ ഭക്ഷ്യവസ്തുക്കൾ, അവന്റെ ദൈനംദിന ആവശ്യത്തിനുള്ള മറ്റു വസ്തുക്കൾ, അവന്റെ ഔഷധങ്ങൾ എല്ലാറ്റിനും വില പകുതിയിൽ താഴെയായി കുറയാൻ വേണ്ടി പോവുകയാണ്. പലതിനും നികുതി ഇല്ലാത്തൊരവസ്ഥയാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ മോദിയുടെ ഭരണത്തിൽ ഈ പറയുന്ന പട്ടിണി പാവങ്ങൾ, സാധാരണക്കാർ ഏറ്റവും അധികം അവരുടെ ഒരു അനുഗ്രഹം എന്നുള്ള രീതിയിൽ അവർ ഇതുവരെ കൊടുത്തിരുന്ന നികുതി പകുതിയോളം അല്ലെങ്കിൽ കാൽഭാഗത്തോളമായി കുറയുന്ന, ഏറ്റവും ജീവിക്കാൻ അനുകൂലമായ അല്ലെങ്കിൽ ഏറ്റവും സന്തോഷകരമായ ഒരു ജീവിതം പ്രദാനം ചെയ്യുന്ന തരത്തിലുള്ള ഒരു നികുതി ഘടനയിലേക്ക് മാറിയിരിക്കുന്നു. പക്ഷെ ഇത് കേരളത്തിലെ KN ബാലഗോപാൽ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു എച്ചി മന്ത്രി ഉണ്ടല്ലോ, ഒരു ഈ മാറാല പിടിച്ച ഖജനാവുമായി നടക്കുന്ന ഈ കേന്ദ്രം തന്നില്ലേ ഇപ്പോഴാ പറയുന്നു. ഇയാൾക്കതൊന്നും പിടിച്ചിട്ടില്ല. ജനങ്ങളിൽ നിന്ന് കൈയിട്ട് വാരി അവരുടെ പിച്ചച്ചട്ടിയിൽ വരെ കൈയിട്ട് വാരി ദൂർത്തടിക്കുന്ന പിണറായി സർക്കാരിന് ഇത് മനസ്സിലായിട്ടില്ല. അവർക്കിത് ഒട്ടും ആഹ്ലാദകരമല്ല. അവർക്ക് ആവശ്യം എന്താണ്? അവർക്ക് ആവശ്യം നികുതി വർദ്ധിപ്പിക്കണം. വർദ്ധിപ്പിച്ച നികുതിക്ക് മുകളിൽ സെസ് ഏർപ്പെടുത്തിക്കൊണ്ട്, നിങ്ങൾ ആലോചിക്കണം, പെട്രോളിന് 2 രൂപ സെസ് ഏർപ്പെടുത്തിയിട്ട് വർഷം 3-4 കഴിഞ്ഞു കേട്ടോ. പെട്രോളിന് ഓരോ ലിറ്റർ പെട്രോൾ അടിക്കുമ്പോഴും 2 രൂപ സെസ് ഏർപ്പെടുത്തിയിട്ട് വർഷം 3-4 കഴിഞ്ഞു. എന്തിനാണെന്നറിയോ? ഇവിടുത്തെ ഈ ക്ഷേമ പെൻഷൻ കൊടുക്കാനെന്നാണ് പറയുന്നത്. ക്ഷേമ പെൻഷൻ ഇപ്പോഴും കുടിശ്ശികയാണ്. ഏറ്റവും വലിയ രസം, 2 ഗഡു ക്ഷേമ പെൻഷനാണ് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്നത്. ഇവരിന്ന് കൊട്ടിഘോഷിക്കുന്നത് ഇതാ 3200 രൂപ ഓണസമ്മാനം. പണ്ട് കൊടുക്കാത്ത സാധനം ഇപ്പൊ ഒരു 2 ഗഡു കൊടുക്കുമ്പോഴാണ് ഇവർ പറയുന്നത് ഞങ്ങളിതാ എന്തോ വലിയ ഒരു സംഭവം എന്താ കൊടുക്കാൻ പോകുന്നു, 3200 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പോകുന്നു. ഉപ്പില്ലടോ കമ്മികളെ, 1600 എന്നുള്ളതിന് പകരം ക്ഷേമ പെൻഷൻ 2500 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് 5 വർഷം മുമ്പ് ഈ പ്രകടന പത്രികയിൽ എഴുതിയിട്ടാണ് നിങ്ങൾ അധികാരത്തിലേറിയത്. മറന്നു പോകരുത്. ഇവിടെ ഞങ്ങളൊന്നും മറന്നിട്ടില്ല. ഇപ്പോഴും 1600 രൂപ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങളാണ് 2500 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നത്. ഇത്രയും നാണം കെട്ട, കഴിവ് കെട്ട പിണറായി സർക്കാർ. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പത്രങ്ങളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജസ്റ്റ് നമുക്ക് മലയാള മനോരമ ഒന്ന് നോക്കാം. ഇതാണ് മലയാള മനോരമയുടെ 1-ാമത്തെ പേജ്. ഇതെന്ത് മുറ പോലീസേ എന്നാണ് മനോരമ ചോദിക്കുന്നത്. ഇതെന്ത് മുറ പോലീസേ? പോലീസ് മുറ, 3-ാം മുറ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് നമ്മൾ അനുഭവിച്ചതാണ് പോലീസിന്റെ കിരാത നടപടികൾ. ഇപ്പോഴിതാ വീണ്ടും അടിയന്തരാവസ്ഥയെ നാണിപ്പിക്കുന്ന തരത്തിൽ, അടിയന്തരാവസ്ഥ കാലത്തെ നാണിപ്പിക്കുന്ന തരത്തിൽ പിണറായി പോലീസ് ഇതാ ഇവിടത്തെ നമ്മുടെ ഒരു സഹോദരനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇടിച്ചിടിച്ച് പഞ്ചറാക്കുന്ന, ഇടിച്ചിടിച്ച് പഞ്ഞിക്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മുടെ മുന്നിലെത്തിയത്. മനോരമ ചോദിക്കുന്നു, ഇതെന്ത് മുറ പോലീസേ? സ്റ്റേഷനിൽ ക്രൂരമർദ്ദനം. ദൃശ്യം പുറത്തു വന്നത് വിവരാവകാശ പോരാട്ടത്തിലൂടെ. യുവാവിനെ തല്ലിച്ചതച്ചത് 2.5 വർഷം മുമ്പ്. കരണത്തേറ്റടിയിൽ കേൾവി തകരാറും. ഇതാ ഈ 4 അതിക്രൂരന്മാരായ പോലീസുകാരുടെ ഫോട്ടോയുണ്ട് കേട്ടോ. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ചു എന്ന ആരോപണത്തിന് വിധേയരായവർ SI നുഹുമാൻ, ഒരാളാണ് SI നുഹുമാൻ. പിന്നെ CPOമാരായ സജീവൻ, സന്ദീപ്, സീനിയർ CPO ശശീന്ദ്രൻ. ഈ 4 നരാധമന്മാർ ഇവരിപ്പോഴും ക്രമസമാധാന ചുമതലയിലുണ്ട്. ഇവരിപ്പോഴും ഈ പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനെ ചെവിക്കല്ലടിച്ച് തകർത്തിട്ട് അയാളെ ഇടിച്ചിടിച്ചിഞ്ചി പരുവമാക്കിയിട്ട് ഈ നരാധമന്മാർ ഇപ്പോഴും പിണറായി പോലീസിലുണ്ട് എന്നുള്ളതാണ് നമ്മളെ നടുക്കുന്ന വാർത്ത കേട്ടോ. ഇനിയാണ് ഈ GST വാർത്തയാണ് കൊടുത്തത്. GST 22 മുതൽ 5% മുതൽ ഈ മാസം 22 മുതൽ 5%, 18% സ്ലാബുകൾ മാത്രം, 24% എന്നൊക്കെയുള്ള സ്ലാബുകളൊക്കെയാണ് എടുത്തു മാറ്റി. ഇനി 5%, 18% സ്ലാബുകൾ മാത്രം. അതിൽ പറയുന്നു, കേന്ദ്ര ശുപാർശ GST കൗൺസിൽ അംഗീകരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ശുപാർശ GST കൗൺസിൽ അംഗീകരിച്ചു. ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന് GST ഇല്ല.
നമ്മളൊക്കെ ഏറ്റവും താല്പര്യപൂർവ്വം അല്ലെങ്കിൽ ആഹ്ലാദപൂർവ്വം നമ്മളെയൊക്കെ ആഹ്ലാദിപ്പിക്കുന്ന ആ ഹൈലൈറ്റ്സ് ഈ നികുതി ഇല്ലായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു ബോക്സ് ആയിട്ട് മനോരമ കൊടുത്തിരിക്കുന്നു. അത് ഇങ്ങനെയാണ്, നിങ്ങൾ അറിയേണ്ടതാണ്. അതായത് 33 ജീവൻ രക്ഷാ മരുന്നുകളുടെ 12% നികുതി പൂർണ്ണമായും ഒഴിവാക്കി നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ ഉപഹാരമാണിത്, ഏറ്റവും വലിയ സഹായമാണിത്. 33 ജീവൻ രക്ഷാ മരുന്നുകളുടെ 12% ഇതുവരെ അവർക്കുള്ള നികുതി, അത് പൂർണ്ണമായും ഇല്ലാതാക്കിയിരിക്കുന്നു. 3 ജീവൻ രക്ഷാ മരുന്നുകളുടെയും അപൂർവ രോഗങ്ങൾക്കുള്ള മരുന്നുകളുടെയും 5% നികുതിയും ഒഴിവാക്കി. മറ്റെല്ലാ മരുന്നുകളുടെയും നികുതി 12% 5% കുറച്ചു. മറ്റെല്ലാ മരുന്നുകളുടെയും നികുതി 12% എന്നത് 5% കുറച്ചു. ഇനി മുതൽ നാളെ 22-ന് ശേഷം നിങ്ങൾ മരുന്ന് വാങ്ങാൻ പോകുമ്പോൾ അന്ന് കൊടുത്തിരുന്ന മരുന്നിന്റെ വിലയേക്കാൾ വളരെ ചെറിയൊരു തുക മാത്രം നിങ്ങൾക്ക് കൊടുത്താൽ മതി. ചെറുകാറുകൾക്കും 350 cc വരെയുള്ള ഇരുചക്ര വാഹനങ്ങൾക്കും വില കുറയും. നികുതി 28% 18% കുറഞ്ഞ ഒരു കാറ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, ഇരുചക്ര വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നികുതി പകുതിയായി കുറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കിനി വാങ്ങാം. പിന്നീട് AC, ടെലിവിഷൻ, 32 ഇഞ്ചിന് മുകളിലുള്ളത് എന്നിവയുടെയും വില കുറയാൻ വേണ്ടി പോവുകയാണ്. ലോട്ടറിയുടെ 28% നികുതി 40% കൂടി കേരളത്തിൽ തിരിച്ചടി. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ അന്തംഗമികൾ ചൂണ്ടിക്കാണിക്കുന്നത് ലോട്ടറി എന്ന് പറയുന്നത് ഏറ്റവും വലിയ തട്ടിപ്പാണെന്ന് ആർക്കാണ് മനസ്സിലാവാത്തത്? പക്ഷെ ഇവരൊക്കെ പറയുന്നത് ലോട്ടറി എന്ന് പറയുന്നത് എന്തോ ഭയങ്കര സംഭവമാണ്. ലോട്ടറി ലക്ഷക്കണക്കിന് ആൾക്കാരെ കണ്ണീര് കുടിപ്പിക്കുന്ന ലോട്ടറി, അതിൽ ഒരു ഭാഗ്യവാനെ തിരഞ്ഞെടുത്തുകൊണ്ട് ആ ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്ന നേരിട്ടറിയുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും രോഷത്തോടെ പറയുന്നത് കേട്ടോ. കാരണം ലോട്ടറി ടിക്കറ്റ് വാങ്ങി മുടിഞ്ഞു പോയവർ, ലോട്ടറി എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾക്ക് ഇങ്ങനെ പ്രത്യാശ കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ഇതാ കോടികൾ കിട്ടാൻ പോകുന്നു എന്നുള്ള ആ ഒരു ചൂണ്ടയിൽ കൊളുത്തിയിട്ട് ഓരോ ദിവസവും ഇവിടെ എത്ര പാവങ്ങളുടെ പൈസയാണ് പോകുന്നതെന്ന് അറിയോ? ഇതിൽ സമ്മാനം കിട്ടുന്ന 1, 2, 3, 4 ആൾക്കാർ. ബാക്കി മനുഷ്യരുടെ മുഴുവനും ലോട്ടറി ടിക്കറ്റ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ 50 രൂപയുടെയോ 40 രൂപയുടെയോ ഒരു ലോട്ടറി ടിക്കറ്റ് അല്ല. ഇവിടെ ഭാഗ്യം തുണയ്ക്കുമെന്ന പ്രതീക്ഷയിൽ 10, 20, 30, 40, 50, 100 ലോട്ടറി ടിക്കറ്റുകൾ, ഞങ്ങളുടെ ഒരു ദിവസത്തെ വരുമാനം മുഴുവനും ലോട്ടറി ടിക്കറ്റ് വാങ്ങി പട്ടിണി കിടക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട് കേട്ടോ. പ്രലോഭനങ്ങളാണ് ഇത്തരത്തിലുള്ള ഈ ലോട്ടറി എന്ന് പറയുന്നത്. ചൂതാട്ടമാണ്, വൻ ചൂതാട്ടം. ഈ ചൂതാട്ടത്തിന് നികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നു. ചെയ്യേണ്ടതാണ്. നരേന്ദ്രമോദി സർക്കാർ അത് ചെയ്തിരിക്കുന്നു. സിമന്റിന്റെ GST 28% 18% കുറയുന്നത് നിർമ്മാണ മേഖലയ്ക്ക് നേട്ടമാകും. നിർമ്മാണ മേഖലയും പച്ച പിടിക്കാൻ പോകുകയാണ്. സിമന്റിന്റെ ഈ തരത്തിലുള്ള GST തീരുവ പകുതിയായി കുറഞ്ഞിരിക്കുന്നു. മാർബിൾ, ഗ്രാനൈറ്റ് എന്നിവയുടെയും വില കുറയും. അങ്ങനെ ഒരുപക്ഷെ ഈ അടുത്ത കാലത്തൊന്നും കേരളീയ ജനത മാത്രമല്ല, ഇന്ത്യൻ ജനത ഇത്രമാത്രം സന്തോഷിച്ചിരിക്കുകയില്ല. കാരണം അവരുടെ ജീവിത ഭാരം ഇതാ കുറയുകയാണ്. ആര് കുറയ്ക്കുകയാണ്? നരേന്ദ്രമോദി സർക്കാർ കുറയ്ക്കുകയാണ്. പക്ഷേ ഇവിടെ KN ബാലഗോപാൽ എന്ന് പറയുന്ന കേരളത്തിന്റെ ധനകാര്യമന്ത്രി ആകെ അസ്വസ്ഥനാണ്. കൈയിട്ട് വാരാൻ നികുതി ഇനി കുറയും. അതുകൊണ്ട് ഇത് നികുതി നഷ്ടപരിഹാരം തരണം എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. നഷ്ടപരിഹാരം തരണം എന്തിന്? ഇവർക്ക് ദൂർത്തടിക്കാൻ. കാരണം മുഖ്യമന്ത്രിയുടെ മറ്റേ ഹെലികോപ്റ്റർ ഉണ്ടല്ലോ, പറക്കാത്ത ഹെലികോപ്റ്റർ, അതിന് കോടികൾ വേണം. മുഖ്യമന്ത്രിയുടെ നീന്തൽക്കുളത്തിന് കോടികൾ വേണം. മുഖ്യമന്ത്രിയുടെ തൊഴുത്തിന് കൂടുതൽ കോടികൾ വേണം. മുഖ്യമന്ത്രിക്ക് മറ്റേ എന്ത് പോകാൻ കവാത്ത് നടത്താൻ 45 കാറുകൾ, ഇതിനൊക്കെ പെട്രോൾ അടിക്കണം, ഇതിനൊക്കെ പൈസ വേണം. കട്ടുമുടിക്കാൻ പൈസ വേണം എന്നാണ് പറയുന്നത്. സാധാരണക്കാർ പുഴുക്കൾ പോയി ചാകട്ടെ എന്നാണ് KN ബാലഗോപാലും ഈ പറയുന്ന പിണറായി തമ്പുരാനും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 വാർത്തകൾ. ആ 3 വാർത്തകൾ പോലീസ് ഇതെന്ത് മുറ പോലീസേ, നികുതിയിൽ ആശ്വാസം. മറ്റൊന്ന് ഇതാ വിവാദപ്പടി കയറി അയ്യപ്പ സംഗമം. വിവാദപ്പടി 18ാം പടിക്ക് പകരം വിവാദപ്പടി കയറുകയാണ് അയ്യപ്പ സംഗമം. യുവതീ പ്രവേശന നിലപാട് ആദ്യം തിരുത്തട്ടെ എന്ന് പ്രതിപക്ഷം പറയുകയാണ്. പിണറായി വിജയ ആദ്യം തന്നെ അത് തിരുത്ത്. ആ സത്യവാങ്മൂലം എടുത്ത് തോട്ടിലെറി. യുവതികളെ പ്രവേശിപ്പിക്കാം എന്ന് പറയുന്ന സത്യവാങ്മൂലം ഉണ്ടല്ലോ, അതെടുത്ത് തോട്ടിലെറി. എന്നിട്ട് നിങ്ങൾ നടത്ത് ഈ പറയുന്ന ആഗോള ഈ അയ്യപ്പ സംഗമം. നിങ്ങൾ അയ്യപ്പന്മാർക്കൊപ്പമാണ് എന്ന് പറയുന്ന നിങ്ങളുടെ ഈ തട്ടിപ്പ് പരിപാടി ഉണ്ടല്ലോ, അത് നടത്തുന്നതിന് മുമ്പ് ആ സത്യവാങ്മൂലം തിരുത്തടോ വിജയ എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അങ്ങനെ മലയാള മനോരമയിലെ ഈ 3 വാർത്തകൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പക്ഷേ നിങ്ങൾ ഇതുകൂടി ഒന്ന് കാണണം. ഇതാണ് ഇന്നത്തെ ദേശാഭിമാനി. ഈ ദേശാഭിമാനിയിൽ ഞാൻ ഈ പറഞ്ഞ 3 വാർത്തകൾ നിങ്ങൾക്ക് കാണില്ല. GST
GST എന്ന് പറയുന്ന ഏറ്റവും വലിയ ജനങ്ങളുടെ ജീവിതം പച്ചപിടിപ്പിക്കുന്ന GST തീരുമാനം, GST കൗൺസിലിന്റെ തീരുമാനം ദേശാഭിമാനി എഴുതി എന്താണെന്നറിയോ? എവിടെയുണ്ട്? GST നിരക്ക് പരിഷ്കരണം അംഗീകരിച്ചു, 2 സ്ലാബ് നഷ്ടപരിഹാരത്തിൽ തീരുമാനമായില്ല. ഇതാണ് ദേശാഭിമാനിയെ ആകുലപ്പെടുത്തുന്നത്. എന്താണെന്നറിയോ? ഈ ജനങ്ങൾക്കുള്ള ഒരു ആശ്വാസത്തെ കുറിച്ച് പോലും ദേശാഭിമാനി പറയുന്നില്ല. എന്താ പറയുന്നത്? 2 സ്ലാബ്, അതായത് 4 സ്ലാബ് 2 സ്ലാബ് ആക്കി, നഷ്ടപരിഹാരത്തിൽ തീരുമാനമായില്ല. ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടണം. ജനങ്ങൾക്ക് നികുതി കുറഞ്ഞോട്ടായാലും ഞങ്ങൾക്ക് വലിയ കാര്യമില്ല. ജനങ്ങൾക്ക് നികുതി കൂട്ടിയാലും കുറഞ്ഞാലും ഞങ്ങൾക്ക് കാര്യമില്ല. പക്ഷെ ഞങ്ങൾക്ക് കിട്ടണം, ഞങ്ങൾക്ക് ദൂർത്തടിക്കണം, ഞങ്ങൾക്ക് കൈയിട്ട് വാരണം. അതിന് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടണം. ഇതാണ് ദേശാഭിമാനി പറയുന്നത്. പിന്നെ ഈ ഇടിമുറി പോലീസിന്റെ അതിക്രൂരത ഒരു വരി പോലും ഈ പത്രത്തിലില്ല കേട്ടോ. ഒരു വരി പോലും. ഇതാണ് പറയുന്നത് അപ്പം ഗോവിന്ദൻ പറയുന്നത്. നിങ്ങൾ നാട്ടിലെ വിവരം അറിയാൻ നിങ്ങൾ ദേശാഭിമാനി വായിക്കണം. അപ്പോൾ ഇന്ന് ദേശാഭിമാനി മാത്രം വായിക്കുന്ന അന്തംഗമ്മികൾ ഏതറിയില്ല. ഇങ്ങനെ പിണറായി പോലീസിന്റെ ഈ പറയുന്ന വേട്ട, ഈ പറയുന്ന ക്രൂരത, പോലീസ് സ്റ്റേഷനിൽ ഒരു യുവാവിനെ ഇടിച്ച് പഞ്ചറാക്കിയ കാര്യം ദേശാഭിമാനി മാത്രം വായിക്കുന്നവർ അറിയില്ല. കാരണം ദേശാഭിമാനി അത് കൊടുത്തിട്ടില്ല.